ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ ഇപ്പോൾ സംഭവബഹുലങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സുഭാഷ് ഏട്ടൻ്റെയും സുനന്ദൻ്റെയും കല്യാണം. അങ്ങനെ സുഭാഷ് ഏട്ടൻ സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ടാൻ നേരത്താണ് പെട്ടെന്ന് കഥക് ചവിട്ടി പൊളിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ അത് ആരായിരുന്നു? സുനന്ദയുടെ അച്ഛൻ ധനശേഖരനും ലളിതയും ആയിരുന്നു. എല്ലാവരും പെട്ടെന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. സുനന്ദ എന്താണോ പേടിച്ചത് അത് സംഭവിച്ചിരിക്കുന്നു. അവർ തന്നെ തേടി വന്നിരിക്കുന്നു. അതിലുള്ള ആകെ വിറച്ച് പേടിച്ച് നിൽക്കുകയാണ്. ഭാസ്കരനാണെങ്കിൽ ആരുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇവർ ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറി വരുന്നത്. അവരെ കണ്ടപ്പോൾ എല്ലാവരുടെ മനസ്സിലെ പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ് കേട്ടോ. കൂടെ തന്നെ അടങ്ങാത്ത ദേഷ്യമുണ്ട്. അവരങ്ങോട്ട് കയറിയപ്പോൾ തന്നെ സുനന്ദനെ ചീത്ത വിളിക്കാണ് കേട്ടോ. എന്നിട്ട് ലളിത പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ ഉണ്ടാവും അവളെന്ന്. കേട്ടോടി, നീ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇങ്ങോട്ട് പാടി, നീ എന്ത് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങി വന്നത്? നാളെ നിന്റെ കല്യാണമല്ലേ, ഞങ്ങളൊക്കെ നാണം കെടുത്തി അങ്ങ് രക്ഷപ്പെടാമെന്ന് കരുതിയോ നീ? സുനന്ദയാണെങ്കിൽ പേടിയോടെ സുഭാഷേട്ടനെ കൂട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. കയ്യിൽ താലിയുണ്ട് സുഭാഷിന്റെ. അത് ലളിതന്റെ കണ്ണിൽ ഉടക്കിയപ്പോൾ ലളിതയ്ക്ക് ആകെ അങ്ങോട്ട് ദേഷ്യം വരികയാണ്. അപ്പോൾ ലളിത പറയുന്നുണ്ട്, കണ്ടു തന്നെ കേട്ടാ, അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ നിൽക്കുകയാണ്, ഈ വൃത്തികെട്ടവൻ. അതും പറഞ്ഞ് ലളിത സുനന്ദനെ പിടിച്ചു വലിക്കാൻ കേട്ടോ. ഇങ്ങോട്ട് വാടി, അവളുടെ ഒരു ഇറങ്ങിപ്പോക്ക്, ഇങ്ങോട്ട് വാടി, നാളെ നിന്റെ കല്യാണമല്ലേ, നിനക്ക് ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. സുനന്ദയാണെങ്കിൽ കിടന്ന് അലറാണ് കേട്ടോ. ഞാൻ വരുന്നില്ല നിങ്ങളുടെ കൂടെ, എനിക്ക് നിങ്ങൾ ഉദ്ദേശിച്ച കല്യാണം എനിക്ക് വേണ്ട. സുഭാഷേട്ട എന്നെ വിടല, സുഭാഷേട്ട പ്ലീസ്, സുഭാഷേട്ട അവരെന്നെ കൊണ്ടുപോകും, പ്ലീസ് എന്നെ പിടിച്ചു വെക്കുന്നൊക്കെ അവളും പറയാൻ കേട്ടോ. ഇതൊക്കെ ലളിതയ്ക്ക് നല്ല ദേഷ്യമാണ് വരുത്തുന്നത്. ധനശേഖരനാണെങ്കിൽ കിട്ടിയ ചാൻസ് അല്ലേ, സുഭാഷിൻ്റെ മെക്കിട്ട് കയറാനാണ് നോക്കുന്നത് കേട്ടോ. സുനന്ദ ഇറങ്ങി വന്നത് ഒന്നും അവർ ചിന്തിക്കുന്നില്ല. അവർ സുഭാഷിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. കല്യാണത്തലേന്ന് ഞങ്ങളുടെ മകളെ തട്ടിക്കൊണ്ട് വന്ന് കല്യാണം കഴിക്കാൻ നിൽക്കുന്നു, നിനക്ക് എന്ത് യോഗ്യതയാണ് അതിനുള്ളതെന്നും പറഞ്ഞിട്ട് സുഭാഷിൻ്റെ കോളർ പിടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് സുധീഷിന് ദേഷ്യം വന്നിട്ട് സുധീഷ് അയാളെ പിടിച്ച് തള്ളുന്നുണ്ട്. എന്നിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹരീഷും പറയുന്നുണ്ട്, ഇയാളെന്താടെ ഇവിടെ വന്ന് ഗുണ്ടായിസം കാണിക്കുക, ഞങ്ങളെ ഏട്ടനെങ്ങാനും ഞങ്ങളെ മുന്നിൽ നിന്ന് തൊട്ടാലുണ്ടല്ലോ ഇയാൾ ഇവരെ അറിയും. അപ്പോഴേക്ക് സുഭാഷ് അവർ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. സുധീഷ് ഹരീഷ് അടങ്ങടങ്ങ്, നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് നിധി ഇടപെടുന്നുണ്ട്, നിർത്ത്, എന്താണിത്, ഇവിടെ വന്ന് ഗുണ്ടായിസം കാണിക്കുകയാണോ? സുനന്ദയാണ് സുഭാഷ് ചേട്ടനെ തേടി ഇങ്ങോട്ട് വന്നത്, അല്ലാതെ സുഭാഷ് ചേട്ടൻ അങ്ങോട്ട് വന്നിട്ടില്ല. അവളാണ് ഇറങ്ങിപ്പോകുന്നത്. നിങ്ങളെന്തിനെങ്ങനെ ബഹളം വെക്കുന്നത്, നമുക്ക് സംസാരിക്കാമല്ലോ. അത് കേട്ടപ്പോൾ ലളിതയ്ക്ക് അങ്ങോട്ട് ഉറഞ്ഞു കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലളിത പറയുന്നുണ്ട്, എന്ത് സംസാരിക്കാൻ, നാളെ കല്യാണം നടക്കുന്ന പെൺകുട്ടിയാണ് അവൾ, ഇനി ഇവിടെ വന്ന് എന്ത് സംസാരിക്കാനാടി? ഇനിയിപ്പോൾ എല്ലാവരെയും കൊല്ലേണ്ട ആവശ്യം വന്നാലും ഞങ്ങൾ കൊല്ലും ഈ കല്യാണം നടത്താൻ വേണ്ടിയിട്ട്. അത്തരം വെല്ലുവിളികളൊക്കെ നടത്താണ് കേട്ടോ ലളിത. അത് കേട്ടപ്പോൾ ഭാസ്കരൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ, അവരെ കളിയാക്കി കൊണ്ട്. അപ്പോഴേക്ക് സുനന്ദ തിരിച്ചു പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ എന്തായാലും ഇറങ്ങി വരില്ല, എനിക്ക് സുഭാഷ് ഏട്ടനെയാണ് ഇഷ്ടം, വെറുതെ അമ്മ ഇവിടെ കിടന്ന് അലറണ്ട, ഞാൻ എന്തായാലും വരാൻ പോകുന്നില്ല. ധനശേഖരൻ നന്നായിട്ട് അവളോട് ചൂടാവുന്നുണ്ട് കേട്ടോ. നീ എന്തായിട്ട് വിചാരിച്ച, എന്താ കുട്ടിക്കളിയാണോ? നാളെ നിന്റെ കല്യാണമാണ്, നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ എന്ത് പറയും നീ ചെയ്താൽ? മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ ഇറങ്ങി വരാൻ നോക്കുക, അത് നിനക്ക് നല്ലത്. അത് കേട്ടപ്പോൾ സുനന്ദ ഒരു മയത്തിൽ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി നിങ്ങൾ പറഞ്ഞ കല്യാണത്തിന് ഓക്കെ ആവാൻ, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല അച്ഛൻ, ഞാൻ മരിച്ചു പോകും, എനിക്ക് സുഭാഷ് ഏട്ടനില്ലാതെ ജീവിക്കാനേ പറ്റില്ല. എന്നിട്ടും വീണ്ടും ലളിതയും ധനശേഖരനും സുനന്ദനെ ചീത്ത വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അവൾ നിർബന്ധിച്ച് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. അപ്പോഴും സുനന്ദ തിരിച്ച് നല്ലോണം പറയുന്നുണ്ട്, ഞാൻ എങ്ങോട്ടും വരില്ല, നിങ്ങൾ എനിക്ക് കാണിച്ചു തന്ന കല്യാണം എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും വരുന്നില്ല, എനിക്ക് സുഭാഷ് ഏട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല, നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആ വീട്ടിലേക്കില്ല, എനിക്ക് സുഭാഷ് ഏട്ടൻ മതി, സുഭാഷ് ഏട്ടനാണ് എൻ്റെ ഭർത്താവ്. അതൊക്കെ കേട്ടിട്ട് ധനശേഖരനും ലളിതയ്ക്കും നല്ലോണം ദേഷ്യവും സങ്കടവും പകയൊക്കെ വരികയാണ് കേട്ടോ. ഭാസ്കരനാണെങ്കിൽ വീണ് കിട്ടിയ അവസരമല്ലേ നന്നായിട്ട് മുതലാക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഒരു സന്ദർഭം കുറെ കാലമായി ഞാൻ കാത്തു നിൽക്കുന്നു, ഇത്രയും മനോഹരമായ ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, നിങ്ങൾക്കിത് വേണോടാ. ഭാസ്കരൻ അത് പറഞ്ഞപ്പോൾ ഇവർക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ധനശേഖരൻ പറയുന്നുണ്ട്, ഓ അപ്പോൾ ഇത് നിന്റെ പ്ലാൻ ആയിരുന്നല്ലേ? അപ്പോൾ ഭാസ്കരൻ പൊട്ടിച്ചിരിച്ചിട്ട് പറയുന്നുണ്ട്, അതേടാ എൻ്റെ പ്ലാനാണ്, നിനക്ക് എന്താടാ? ഓ കുറെ കാലമായല്ലോ നിങ്ങൾ ഞങ്ങളെ പറ്റി നാട്ടിൽ ഫുൾ കുറ്റം പറഞ്ഞു നടക്കുന്നു, ഇപ്പോൾ നിന്റെ മകള് പറഞ്ഞത് കേട്ടില്ലേ, നാളെ നിങ്ങൾ ഉദ്ദേശിച്ച കല്യാണം നടക്കാൻ പോകുന്നില്ലെന്ന് എന്നും പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കാണ് കേട്ടോ ഭാസ്കരൻ. അത് കേട്ടപ്പോൾ ലളിതയ്ക്കും ധനശേഖരൻ നന്നായിട്ട് പേടിയാവുന്നുണ്ട്. അവർ പെട്ടെന്നൊന്ന് പേടിക്കുന്നുണ്ട്. നിന്റെ ഭാര്യയില്ലേ ഈ പൂതന, അവൾ കുറെ കാലമായിട്ട് രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾക്കൊരു നല്ല കാര്യം നടക്കരുതെന്ന് പ്രാർത്ഥിച്ച് തേങ്ങ അടയ്ക്കുന്നവളാ. അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് ഒരു നല്ല കാര്യം വരരുതെന്ന് അവൾ പ്രാർത്ഥിക്കുന്നവളാ. അതൊക്കെ ഓർത്ത് ഈ ഭാസ്കരൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നാളെ അതിനൊക്കെ തിരശ്ശീല വീഴാൻ പോവാ, ഇനി ഭാസ്കരന് ദിനങ്ങളാ എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ അതിയായിട്ട് സന്തോഷിക്കുകയാണ് കേട്ടോ. ലളിതയ്ക്കാണെങ്കിൽ തിരിച്ചൊന്നും പറയാനേ ഇല്ല, ആകെ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. രക്ഷയില്ലാന്ന് കണ്ടതും ലളിത പറയുന്നുണ്ട് ധനശേഖരനോട്, ധനേട്ടാ ഇവരെ രണ്ട് പൊട്ടിച്ചിട്ട് നമുക്ക് അവളെ വലിച്ചു കൊണ്ടുപോകാം. അത് കേട്ടോ ഭാസ്കരൻ ചിരിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ കയറി എൻ്റെ മക്കളെ തൊടുന്നോ, അതൊന്ന് കാണണല്ലോ. അത് പറയുമ്പോഴേക്കും ധനശേഖരൻ സുഭാഷിനെ അടിക്കാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോഴേക്കും സുധീഷ് മുന്നിൽ വന്ന് നിന്നിട്ട് ധനശേഖരനെ പിടിച്ച് തള്ളുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ചേട്ടനെ തൊടുവോ, ഞങ്ങളെ മുന്നിൽ നിന്ന് ഞങ്ങളെ ചേട്ടനെ തൊടുവോ, അതൊന്ന് കാണണമല്ലോ, ഞങ്ങളെ ചേട്ടനെ തൊട്ട് സ്വന്തം കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പോഴേക്കും ഹരീഷും ദേഷ്യം വന്നിട്ട് ഹരീഷും പറയുന്നുണ്ട് കേട്ടോ, പ്രായത്തിൽ മൂത്ത ആളെ തല്ലി എന്നുള്ളൊരു ചീത്തപ്പേര് ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ അവിടെ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നിധി ഇടപെടുന്നുണ്ട്. അവൾ നിർത്തുമെന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ട്, എന്താണ്
എന്താണിത്, അവൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ആളെ ഇഷ്ടമല്ല, അത് അവൾ പറഞ്ഞില്ലേ, നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു പ്രശ്നം പറഞ്ഞ് പരിഹരിക്കണം എന്ന് നിധി പറയാണ് കേട്ടോ. അപ്പോഴേക്കും ധനശേഖരന് നല്ല ദേഷ്യം വന്നിട്ട് ധനശേഖരൻ പറയുന്നുണ്ട്, എന്ത് ഒത്തുതീർപ്പാക്കാൻ, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്, ഈ വൃത്തികെട്ടവനെ അവളെ കെട്ടിച്ചു കൊടുക്കണമെന്നോ, നടക്കില്ല ഒരിക്കലും, അത് ഞങ്ങൾ ചത്താലും നടക്കില്ല, അതിലും ഭേദം അവളെ കുഴിച്ചു മൂടുന്നതാ. അത് കേട്ടപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, എനിക്കെന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ച കല്യാണം വേണ്ട, എന്നെ കൊന്നോ എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ ഞാൻ അയാളെ കെട്ടില്ല, എനിക്ക് സുഭാഷ് ചേട്ടൻ മതി, എനിക്ക് സുഭാഷ് ചേട്ടൻ മാത്രം മതി. അപ്പോഴേക്ക് ലളിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അല്ലേ, ഇങ്ങോട്ട് വാടി, നിന്നെ എങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് വലിക്കാനുണ്ട് ലളിത. അപ്പോഴേക്ക് സുഭാഷ് ഇടപെടുന്നുണ്ട്. അത്രയും നേരം ഒന്നും ഇടാത്ത സുഭാഷിന് സുനന്ദനെ തൊട്ടപ്പോൾ നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവൻ വിരൽ ചൂണ്ടിയിട്ട് അവരോട് പറയുന്നുണ്ട്, തൊട്ടു പോകരുത് അവളെന്ന്. അപ്പോഴേക്ക് ലളിതയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് ലളിത പറയുന്നുണ്ട്, നീ ആരടാ, ഞാൻ അവളുടെ അമ്മയാ, ഞാൻ അവളെ തല്ലും കൊല്ലും, അത് ചോദിക്കാൻ നീ ആരടാ, നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്, കല്യാണത്തലേന്ന് പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്ന് കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്നവനല്ലട നീ, മര്യാദയ്ക്ക് ഇവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളെ കൂടെ അയക്കാൻ നോക്ക്. അത് കേട്ടപ്പോൾ സുധീഷിന് ദേഷ്യം വന്നിട്ട് സുധീഷ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ അത്രയും ബോധമില്ലേ, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ, അവൾക്ക് നിങ്ങൾ പറഞ്ഞ കല്യാണം വേണ്ട, അവൾക്ക് സുഭാഷ് ചേട്ടനും മതി. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി അവളെ തല്ലിക്കൊല്ലാണെന്ന് നിങ്ങൾ അമ്മയെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനുള്ള അവകാശമൊന്നുമില്ല. അവൾ പ്രായപൂർത്തിയായ കുട്ടിയാണ്, അവളെ തൊടാൻ നിങ്ങൾക്ക് അവകാശമില്ല, ലീഗലി അത് പ്രശ്നമാണ്, അത് കേസാണ്. ഞങ്ങൾ എന്തായാലും സുഭാഷ് ചേട്ടനെ സുനന്ദനെ കല്യാണം നടത്തും, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യും. അത് കേട്ടപ്പോൾ അവരൊന്ന് പതറുന്നുണ്ട് കേട്ടോ, അവർക്ക് തിരിച്ചൊന്നും പറയാനില്ല, എങ്കിലും വിട്ടുകൊടുക്കുന്നില്ല. ധനേട്ടാ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാം, നമ്മുടെ മകളെ ഇവർ കല്യാണത്തലേന്ന് തട്ടിക്കൊണ്ടു വന്നെന്ന്, വാ ധനേട്ടാ വാ, നമുക്ക് വേഗം കൊടുക്കാം. അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, നിങ്ങൾ പഴയതൊക്കെ മറന്നോ, ഞങ്ങളെ പേരൊരു കള്ളക്കേസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്, ഇനി നിങ്ങൾ പറഞ്ഞവർ വിശ്വസിക്കുകയോ, നിങ്ങൾ പോലീസിനെ വിളിക്കുക, അപ്പോൾ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി, അവർ വേഗം ഇവരുടെ കല്യാണം നടത്തി തന്നോളും. അത് കേട്ടപ്പം അവരുടെ തല കുനിയാണ് കേട്ടോ, അവർക്കൊന്നും പറയാനില്ല, കാരണം എന്തൊക്കെയോ അന്ന് കാട്ടിക്കുട്ടി, അതിൻ്റെ ഭവിഷ്യത്ത് അന്ന് കുറേ അനുഭവിച്ചതുമാണല്ലോ, ഇനിയിപ്പോൾ അതും ചെയ്യാനില്ല, ആ വഴിയും അവർക്ക് അടഞ്ഞു. ലാസ്റ്റ് വഴി എന്നോണം അവർ അവളെ മോട്ടിവേഷൻ ചെയ്യാൻ പോവാണ് കേട്ടോ, അതായത് മനസ്സ് മാറ്റിക്കാൻ പോവാണ്. മോളെ, ഞങ്ങൾ പറഞ്ഞു, ഒന്ന് നീ മനസ്സിലാക്കുക, ഞങ്ങൾ കണ്ടെത്തിയ ചെക്കൻ നല്ല ചെക്കനാണ്, നിനക്കത് പിന്നീട് മനസ്സിലാവും, നീ ഇപ്പോൾ എടുത്ത തീരുമാനം തെറ്റാണ് മോളെ, നിനക്ക് ജീവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ, അച്ഛനും അമ്മയും നിനക്ക് നല്ലതിന് വേണ്ടിയിട്ടല്ലേ എല്ലാം ചെയ്യുള്ളൂ, നീ എന്തത് മനസ്സിലാക്കാത്ത എന്നൊക്കെ പറഞ്ഞ് അവളെ ബ്രെയിൻ വാഷ് ചെയ്യാണ് കേട്ടോ. പക്ഷെ അപ്പോഴും സുനന്ദ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, ഞാൻ വരില്ല അച്ഛാ, ഞാൻ ഒരിക്കലും വരില്ല, എനിക്ക് സുഭാഷ് ചേട്ടൻ മതി, പ്ലീസ് എന്നൊന്ന് മനസ്സിലാക്ക്. അത് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് സന്തോഷമാവുന്നുണ്ട്, കാരണം അവർക്കൊരു പേടിയുണ്ട് അവളെങ്ങാനും മനസ്സ് മാറി പോയാലോ എന്നുള്ളത്. പക്ഷെ സുനന്ദ പിടിച്ച പിടിയാലും നിൽക്കുകയാണ്. ധനശേഖരൻ പറഞ്ഞത് കേൾക്കാഞ്ഞിട്ട് ലളിത വീണ്ടും പറയുന്നുണ്ട് കേട്ടോ, നീ ഇപ്പോൾ വന്നില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, നമ്മൾ കല്യാണത്തിന് ആൾക്കാരെയൊക്കെ വിളിച്ചു, നാളെ നിൻ്റെ കല്യാണമാണ്, ചെക്കൻ്റെ വീട്ടുകാരോട് നമ്മൾ എന്ത് പറയും, അച്ഛൻ്റെ ജോലി പോവില്ലേ മോളെ, നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവിടുത്തെ സൂപ്പർവൈസർ അല്ലേ, നാളെ അവൻ വരണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോട് പിന്നെ അച്ഛന് ജോലി ഉണ്ടാവോ, നിനക്ക് വേണ്ടിയിട്ടല്ല അച്ഛൻ ഇത്രയും കാലം ജീവിച്ചത്, നീ ഒന്ന് മനസ്സിലാക്കുക, വാ മോളെ ഞങ്ങളെ കൂടെ വാ മോളെ എന്നൊക്കെ പറഞ്ഞ് കെഞ്ചാണ് കേട്ടോ. അപ്പോഴും സുനന്ദ ഇത് തന്നെയാണ് പറയുന്നത്, ഞാനില്ല, അവനെ വിളിച്ച് ഞാൻ പറഞ്ഞോളാം, എൻ്റെ തെറ്റാണ്, അച്ഛൻ്റെ അമ്മേൻ്റെ തെറ്റല്ല, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അത് കേട്ടപ്പോൾ ധനശേഖരന് ദേഷ്യം വന്നിട്ട് അവളുടെ മുഖത്തടിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ എന്തായിട്ട് വിചാരിച്ചത്, നീ പറഞ്ഞാൽ അവൻ കേൾക്കുന്നതാണോ, നിനക്കെന്താ മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഒന്ന് സ്നേഹത്തോടെ പറഞ്ഞാൽ നീ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു, ഇനി ഞങ്ങൾ കാണിച്ചുതരാം ഞങ്ങൾ ആരാണെന്ന്. അവളുടെ ഒരു വാശി. അതും പറഞ്ഞിട്ട് അവർ സുനന്ദനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ സുഭാഷും കൂട്ടരും അവളെ പിടിച്ചു വെക്കുകയാണ്. അപ്പോഴേക്ക് സുധീഷ് വന്നിട്ട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ ബോധമില്ലേ, അവൾ വരുന്നില്ല എന്ന് ഓൾറെഡി പറഞ്ഞ കാര്യമില്ലേ, പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത്, തൊട്ട് പോകരുത് അവളെ ഇവിടുന്ന്. അങ്ങനെ അവൻ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ധനശേഖരന് ദേഷ്യം വന്നിട്ട് ധനശേഖരൻ പറയുന്നുണ്ട്, നീ എന്താ വിചാരിച്ചേ, നീ ആരടാ, നീ എന്താ ഗുണ്ടായിസം കാണിക്കുകയാണോ, ഞങ്ങൾ പോലീസിനെ വിളിക്കും, ഞങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ അകത്താ. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഓ അങ്ങനെയാണോ, എങ്കിൽ നിങ്ങൾ വിളിക്കുക, പോലീസിനെ വിളിക്കുക, അങ്ങനെയാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. സുനന്ദ എന്തായാലും അവളുടെ ഇഷ്ടത്തിന് വന്നെന്നേ പറയുള്ളൂ, അവൾ നിങ്ങൾ ഒറ്റ കൊടുക്കും, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും. അപ്പോൾ അവർക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. നിധിയും പറയുന്നുണ്ട്, സുധീഷ് പറഞ്ഞത് കറക്റ്റാണ്, അങ്ങനെ വരാൻ വഴിയുള്ളൂ, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും, ലാസ്റ്റ് നിങ്ങൾ ലോക്കപ്പിലാവും. അപ്പോഴേക്കും ലളിതയ്ക്ക് ദേഷ്യം വന്നിട്ട് ലളിത പറയുന്നുണ്ട്, ഓ തമ്പുരാട്ടിക്ക് പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറി ഒരുപാട് പരിചയമുണ്ടല്ലോ, ഇതൊക്കെ നിന്റെ ബുദ്ധിയെന്ന് എനിക്കറിയാം. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, വെറുതെ അവളുടെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട, നിങ്ങളെ മകളല്ലേ വരുന്നില്ല എന്ന് പറഞ്ഞത്. ഇതെല്ലാം കേട്ട് ഒടുവിൽ സുനന്ദ എന്നെ പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല അമ്മ, എന്നൊന്ന് വെറുതെ വിട് പ്ലീസ്, നിങ്ങൾ പറഞ്ഞ കല്യാണം എനിക്ക് വേണ്ട, ദയവേത് എൻ്റെ വീട്ടൊന്ന് പോ, എനിക്ക് സുഭാഷ് ചേട്ടനെ മാത്രം മതി. കുറേ കാലം അമ്മ കരഞ്ഞ് കരഞ്ഞ് എന്നെ തളച്ചിട്ടു, ഇനി ഇത് പറ്റില്ല, എനിക്ക് എൻ്റെ ജീവിതം ആസ്വദിക്കണം, എനിക്ക് ജീവിക്കണം അമ്മയെ സന്തോഷത്തോടു കൂടി. മോളെ, ഇവർ കഷ്ടിച്ച് ജീവിക്കുന്നവരാ, ഇവിടെ നിനക്ക് ജീവിക്കാനാവില്ല മോളെ, നിന്നെ ഇവിടെ പറഞ്ഞു പോയിട്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കും, നിനക്ക് വേണ്ടിയില്ല ഞാനും അച്ഛനും ഇത്രയും കാലം ജീവിച്ചത്, ഒന്ന് മനസ്സിലാക്കും മോളെ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ് കേട്ടോ ലളിത. പക്ഷേ സുനന്ദയ്ക്ക് ഒന്നും കേൾക്കേണ്ട.
അവൾക്ക് സുഭാഷ് ചേട്ടനെ മാത്രം മതി. സുനന്ദ കേൾക്കുന്നില്ല എന്ന് കണ്ടതും സുഭാഷിൻ്റെ നേരേക്കായിട്ടോ. പിന്നെ അവർ മോനെ സുഭാഷ് നീ ഒന്ന് പറഞ്ഞു കൊടുക്കടാ അവൾക്ക്, ഞങ്ങൾക്ക് ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവില്ല, അവൾക്ക് നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത്, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് സുഭാഷേ, നീ പറഞ്ഞ് അവൾ കേൾക്കടാ. എല്ലാവർക്കും ഒരുതരം പുച്ഛാണ് കേട്ടോ അവരോട് തോന്നുന്നത്. ഇത്രയും നേരം സുഭാഷ് ചേട്ടനെ തെറി വിളിച്ച് അവർ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് മയത്തിൽ സംസാരിക്കുന്നു. ലളിതയോടൊപ്പം തന്നെ ധനശേഖരന് വരുന്നുണ്ട്. മോനെ സുഭാഷേ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, ഞങ്ങളുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേക്കെ, ഈ കല്യാണം നടന്നില്ലെങ്കിൽ നാണം കിടും ഞങ്ങൾ എന്ത് പറയും നാട്ടുകാരോട്. അപ്പോൾ ലളിത പറയുന്നുണ്ട്, നീ ഒന്ന് ആലോചിക്കുക സുഭാഷേ, നിൻ്റെ പെങ്ങളാണ് കല്യാണത്തലേന്ന് ഇങ്ങനെ വന്നെങ്കിൽ നീ എന്ത് ചെയ്യും, അങ്ങനെയൊന്നും ചിന്തിക്കും, ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, നീ ഒന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. എന്നിട്ട് പിന്നെ ധനശേഖരൻ പറയുന്നുണ്ട്, സുഭാഷ് ഞങ്ങൾക്ക് കുറച്ച് നേരം നിന്നോടൊന്ന് സംസാരിക്കാനുണ്ട് പേഴ്സണലായിട്ട്, ഒന്ന് വരാമോ. അത് കേട്ടപ്പം ബാക്കിയുള്ളവർ ഇടപെടുന്നുണ്ട് കേട്ടോ. സുധീഷും ഹരീഷും ഒന്നും സമ്മതിക്കുന്നില്ല, അതൊന്നും വേണ്ട, നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് ഇവിടുന്ന് സംസാരിച്ചാൽ മതി, ഇത്ര നേരം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, കടിച്ചു കയറാൻ വരില്ലായിരുന്നു, അതുപോലെ തന്നെ മതി. എന്നിട്ടും ഇവർ വിടുന്നില്ല, ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം സുഭാഷ് പ്ലീസ് നീ ഒന്ന് വരാമോ. ഇവർ സമ്മതിക്കുന്നില്ല എന്ന് കണ്ടതും നിധി ഇടപെടുന്നുണ്ട്. ഹരീഷേ സുധീഷേ അവർ സംസാരിക്കട്ടെ, എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അത് കേട്ടപ്പോൾ അവർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിധി പറയുന്നുണ്ട് അവർ സംസാരിക്കട്ടെ, അതാണ് നല്ലത്. അവരെന്തായിരിക്കും സുഭാഷിനോട് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ ബൈ, താങ്ക്